രണ്ട് നാൾ നമ്മൾ ഇനി പത്തനംതിട്ട ജില്ലയിലേക്ക് പോവുകയാണ്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ 5-0 LDF വിജയിച്ചതാണ്. അതിൽ തന്നെ ആറന്മുളയിൽ നിന്ന് ജയിച്ച വീണ ജോർജ് മന്ത്രിയാവുകയും ചെയ്തു. ഇത്തവണ പക്ഷേ പത്തനംതിട്ട ജില്ലയിലെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ മത്സരമുണ്ട്. അതിൽ നമ്മൾ ആറന്മുളയെ ഒരു ടെസ്റ്റ് കേസ് ആയിട്ട് എടുക്കുന്നു. ആറന്മുളയിൽ ത്രികോണ മത്സരമാണ്. വീണ ജോർജിനെതിരെ അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് നേതാവ്, കുമ്മനം രാജശേഖരൻ NDAയുടെ സ്ഥാനാർത്ഥിയായി കൂടി വന്നതോടുകൂടി അതിശക്തമായ മത്സരം ആറന്മുളയിൽ നടക്കുന്നു. കഴിഞ്ഞ 2 തവണയും LDFന്റെ സ്ഥാനാർത്ഥിയായി വീണ ജോർജ് ജയിച്ചിരുന്നു. 2011 തെരഞ്ഞെടുപ്പിൽ കെ ശിവദാസൻ നായർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. വീണ ജോർജ് 2016 അപേക്ഷിച്ച് 2021 ഭൂരിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. ഇത്തവണത്തെ മത്സരം എന്തുകൊണ്ടാണ് അപ്രവചനീയമായി മാറുന്നത്? എന്തുകൊണ്ടാണ് വാശിയേറിയ മത്സരമായി മാറുന്നത്? പത്തനംതിട്ടയുടെ പൊതുചിത്രം മാറുകയാണോ? രാഹുൽ ജി നാഥ് വിവരങ്ങൾ നൽകും. രാഹുൽ, പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തെ ആറന്മുളയെ നമ്മളൊരു പ്രാതിനിധ്യ സ്വഭാവത്തിൽ എടുത്താൽ പത്തനംതിട്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5-0 എന്ന നിലയിൽ LDFന് വലിയ മേൽക്കൈ കൊടുത്ത ജില്ലയാണ്. ഈ തവണ എന്താണ് സംഭവിക്കുന്നത്? മന്ത്രി വീണ ജോർജ് അടക്കം ശക്തമായ മത്സരം നേരിടുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? തീർച്ചയായും ഈ ആറന്മുളയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി ഈ വലിയ സസ്പെൻസുകൾ എന്നും ഒളിപ്പിച്ചു വെക്കാറുണ്ട്. മാറ്റത്തെ എപ്പോഴും സ്വീകരിക്കുകയും അത്തരത്തിൽ അട്ടിമറികൾക്കൊക്കെ നമ്മൾ കണ്ടതാണ്. 96 മുതൽ അത് കണ്ടുവരുന്നതാണ്. അതിനൊരു മാറ്റം ഉണ്ടാക്കിയത് കഴിഞ്ഞ വർഷം വീണ ജോർജാണ്. ഒരു തുടർച്ച ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി വരിക. ഇത്തവണ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ആറന്മുളയുടെ അതേ സ്വഭാവം പല മണ്ഡലങ്ങൾക്കുമുണ്ട്. പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ മന്ത്രി വീണ ജോർജിന് കടുത്ത മത്സരമാണ് ആറന്മുള മണ്ഡലത്തിലുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പല ഘടകങ്ങളാണ് ഇവിടെ തമ്മിൽ മാറ്റുരയ്ക്കുന്നത്. ഒന്ന്, മന്ത്രി അല്ലെങ്കിൽ LDF മുന്നോട്ട് വയ്ക്കുന്നത് ആരോഗ്യ മേഖലയിലെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളാണ്, മുന്നോട്ട് വെച്ച പ്രവർത്തനങ്ങൾ. ഒപ്പം വികസന കാര്യങ്ങൾ, ഈ മണ്ഡലത്തിലുള്ള ജനപ്രീതി, ആളുകളെ വ്യക്തിപരമായി അറിയാവുന്ന ആ ഒരു ബന്ധം, ഇതൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്. തൊട്ടിപ്പുറത്ത് കോൺഗ്രസ് ഫീൽഡ് ചെയ്യുന്നത് യുവജന നേതാക്കളിൽ ഏറ്റവും ശക്തമായ ഒരു മുഖത്തെയാണ്. അങ്ങനെ ഒരു പുതിയ ഒരു യുവജന നേതാവ് വരുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം, ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വീണ ജോർജ് പരാജയമായിരുന്നു എന്ന ഒരു മുദ്രാവാക്യമാണ്. ഇനിയെല്ലാം ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അബിൻ വർക്കി വന്നാൽ എല്ലാം വർക്കാകും എന്ന തരത്തിൽ മുദ്രാവാക്യം പോലെ അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഇന്ന് തന്നെ ഹർഷിനെ ഉൾപ്പെടെ, കോഴിക്കോട് നിന്ന് ഹർഷിനെ ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രചാരണത്തിന് എത്തുന്നു എന്ന് പറയുന്നു. അത്തരം ഘടകങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. മറ്റൊന്ന് BJP ആണ്. BJPയുടെ ഒരു മുഖം, NDAയ്ക്ക് വേണ്ടി BJPയുടെ ഒരു മുഖം, BJPയുടെ മുഖം അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ BJP ഉണ്ടാക്കുന്ന മാറ്റം, അത് MT രമേശ് മത്സരിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. കെ സുരേന്ദ്രൻ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ കണ്ടതാണ്. അപ്പോൾ ആ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ശബരിമല വലിയ ചർച്ചാ വിഷയമാക്കുന്നു. FCRA വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധങ്ങൾ തീർക്കുന്നു. അപ്പോൾ ഇത്തരം ഘടകങ്ങൾ എങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, വീണ ജോർജ് ആദ്യമായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന തരത്തിലേക്ക് വരുമ്പോൾ അവിടെ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന പരമ്പരാഗത ക്രൈസ്തവ വോട്ടുകൾ അത് വീണ ജോർജിലേക്ക് പോയി എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായി ഈ കോൺഗ്രസിന് കിട്ടുന്ന അല്ലെങ്കിൽ ഓർത്തഡോക്സ് പരമ്പരാഗതമായി കിട്ടുന്ന ഓർത്തഡോക്സ് വോട്ടുകൾ ഒരു ഭിന്നത ഉണ്ടാകും, അതിലൊരു വിള്ളൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് ഏറ്റവും പ്രധാനമായ ഒരു ചർച്ചയായി വരികയാണ്. ഒപ്പം BJPയുടെ പ്രകടനം എങ്ങനെയാകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുകയാണ്. BJP എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് തന്നെയാണ്. 45,000 മുകളിലേക്ക് പോയാൽ അത് UDFന് ക്ഷീണം ഉണ്ടാക്കുമോ, അത് LDFന് വലിയ മുന്നേറ്റത്തിന് കാരണമാകുമോ അല്ലെങ്കിൽ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അപ്പോൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കണക്കുകളാണ് നോക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിത്രം വളരെ വ്യത്യസ്തമാണ്. അവരെ സൂചിപ്പിച്ചതുപോലെ ഇടത്തോട്ട് ചാഞ്ഞു നിന്നെങ്കിൽ, കഴിഞ്ഞ നിയമസഭയിൽ ചുമന്നു നിന്നെങ്കിൽ പത്തനംതിട്ട, നിലവിൽ അതല്ല സാഹചര്യം. ഒരു സമഗ്രമായ ആധിപത്യം UDFനുണ്ട്. ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് UDF ആണ്. ഒപ്പം പഞ്ചായത്തുകളിൽ 1 മാത്രമാണ് LDF ഭരിക്കുന്നത്, മറ്റ് 2 BJP ആണെങ്കിൽ ബാക്കി മുഴുവൻ പഞ്ചായത്തുകളും UDF ആണ് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നത്. അത്തരത്തിൽ മാറുന്ന കാലാവസ്ഥയാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ മാറുന്ന കാലാവസ്ഥ, ആ കാലാവസ്ഥയുടെ തുടർച്ച നിയമസഭയിലും കാണുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ മാറുന്ന കാലാവസ്ഥ ഉണ്ട്. പക്ഷേ പല ഘടകങ്ങൾ, പ്രത്യേകിച്ച് BJP പിടിക്കുന്ന മൂന്നാമതൊരു മുന്നണി പിടിക്കുന്ന വോട്ട് എന്നുള്ളത് വളരെ നിർണായകമാണ്. അപ്പോൾ ബേസ് വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞാൽ ആ വോട്ടുകൾ തന്നെ ഒരുപക്ഷെ വിജയത്തെ നിർണ്ണയിച്ചേക്കാം. കുമ്മനം രാജശേഖരനെ പോലൊരു നേതാവ് ആറന്മുളയിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ പരമ്പരാഗതമായി BJPക്ക് വേരുകളുള്ള, അല്ലെങ്കിൽ ആ പൊളിറ്റിക്സിന് വേരുകളുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അപ്രവചനീയമായ മത്സരം അവിടെ നടക്കുന്നു. അബിൻ വർക്കിക്ക് എത്ര വോട്ട് പിടിക്കാൻ കഴിയും? ഓർത്തഡോക്സ് വോട്ട് ബാങ്ക് വിള്ളൽ വീഴുമോ? ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളുടെ ഉത്തരമാണ്. ഒട്ടും സിമ്പിൾ അല്ല, വളരെ കോംപ്ലക്സ് ആയ, അതിസങ്കീർണമായ, നമുക്ക് ഇഴപിരിക്കാൻ ബുദ്ധിമുട്ടുള്ള രാഷ്ട്രീയ ഘടകങ്ങൾ അവിടെ ഉണ്ട്.